നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഷെക്കൈന ന്യൂസ് ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയർത്തി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറയുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ മാറിപ്പോവുകയാണോ? തങ്ങൾക്കെതിരെ വരുന്ന ആരോപണത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപക്ഷത്തിനു നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? സാധാരണക്കാരനെ വെട്ടിലാക്കുന്ന റോഡിലെ കുഴികളും അത്യാവശ്യങ്ങൾക്ക് പോകുന്നവരെ കുരുക്കിലാക്കുന്ന ഗതാഗത കുരുക്കും നാട്ടിലിറങ്ങുന്ന ആളുകളെ ഓടിച്ചിട്ട് കടിക്കുന്ന തെരുവ് നായകളും വിലക്കയറ്റവും വ്യാധികളും നാട്ടിൽ നടമാടുമ്പോൾ ചാറ്റ് ബോക്സുകളും ഓഡിയോ സന്ദേശവും നിറഞ്ഞാടുകയാണ് രാഷ്ട്രീയ കേരളത്തിൽ. ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ അവകാശപ്പെടുന്ന രാഷ്ട്രീയക്കാരും നേതാക്കളും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച് വെല്ലുവിളിക്കുന്ന കാഴ്ചയും നാം കാണുകയുണ്ടായി. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ ഇങ്ങനെ തുടർന്നു പോകുന്നു സംഭവ വികാസങ്ങൾ. വിഴുപ്പലക്കുകൾ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് ഗുണകരമാകുമോ? ധാർമ്മികത പറഞ്ഞ് രാഷ്ട്രീയം അധാർമികതയിലേക്കോ? ജനക്ഷേമം മറന്നുള്ള രാഷ്ട്രീയ കളികളോ? ഈ വിഷയങ്ങളിൽ ഇന്ന് നമ്മോടൊപ്പം ഈവനിംഗ് ഡിബേറ്റിൽ പങ്കെടുക്കുന്നവർ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ ജോർജ് പടിപ്പാറ, സുപ്രീം കോടതി അഭിഭാഷകയായ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, മാധ്യമപ്രവർത്തകനായ തോമസ് കുട്ടി ചാലിയാർ എന്നിവരാണ്. സ്വാഗതം. ശ്രീ ജോർജ് പടിപ്പാറ, വിലപേശലുകളും ഭീഷണിയും ആരോപണങ്ങളും ഒക്കെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ധാർമ്മികത എന്നത് അവരവർക്ക് നേരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ മാറിമറിയുന്ന രീതിയാണോ നമ്മൾ കണ്ടുവരുന്നത് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. ധാർമ്മികത പറഞ്ഞ് രാഷ്ട്രീയം അധാർമികതയിലേക്കാണോ പോകുന്നത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? വേണമെങ്കിൽ അങ്ങനെ ഒറ്റ വാക്കിൽ ആ രീതിയിൽ കാണാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് വല്ലാതെ മലീമസമാകുന്നു. ആരോപണങ്ങളാൽ രാഷ്ട്രീയ അന്തരീക്ഷം മുഖരിതമാകുന്നു. ലൈംഗിക അപവാദകഥകൾ അല്ലെങ്കിൽ ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നത് കേരളം ഏറെ ശ്രദ്ധിക്കുന്ന ചെറുപ്പക്കാരും അതുപോലെ തന്നെ കേരളം ഏറെ ബഹുമാനിച്ചിരുന്ന നേതാക്കളും ഒക്കെ ആവുമ്പോൾ അത് വാർത്തകളിൽ നിറയുന്നു, ചാനലുകളിൽ മത്സരിക്കുന്നു. പുതിയ പുതിയ കഥകൾ മെനഞ്ഞെടുക്കാൻ അവരവരുടെ ഊർജവും പണവും ശക്തിയും ആൾശേഷിയും ഒക്കെ ഉപയോഗിക്കുന്നു. വാസ്തവത്തിൽ ഒരു കുടുംബ പ്രേക്ഷകന് അല്ലെങ്കിൽ വീടിനകത്തിരുന്ന് സ്വീകരണ മുറിയിലിരുന്ന് ടി വി കാണാൻ, വാർത്ത കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ലൈംഗിക വാദങ്ങൾ നമ്മുടെ എന്താ പറയുക കാഴ്ചയും അതുപോലെ തന്നെ കേൾവിയെയും ഒക്കെ നിറയ്ക്കുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നത്, ഇതാണോ കേരളം ആവശ്യപ്പെടുന്നത്? നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജീവൽ പ്രശ്നം ഈ നേതാക്കളുടെ ലൈംഗിക ചേഷ്ടകളോ അല്ലെങ്കിൽ ലൈംഗിക കുൽസിതങ്ങളോ ആണോ? ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ കുറച്ചുകൂടി നിലവാരത്തിൽ നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ കേരളം ആവശ്യപ്പെടുന്നത് കുറെ കൂടി മൂല്യാധിഷ്ഠിതമായ, കുറെ കൂടി വിഷയാധിഷ്ഠിതമായ, ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. ആ ഇഷ്യൂ ബേസ്ഡ് പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നിറയെ കാര്യങ്ങൾ കേരളത്തിലുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരൊക്കെ ഇരുന്നുകൊണ്ട് നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ മണിക്കൂറുകളോളം, ചിലപ്പോൾ കാലത്ത് 10 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ ഉച്ചയ്ക്ക് 2 മണിയായാലും 4 മണിയായാലും എത്തിപ്പെടാത്ത രീതിയിൽ ഗതാഗത കുരുക്ക് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നു. അതുപോലെ തന്നെ കുണ്ടും കുഴികളുമായിട്ടുള്ള റോഡുകൾ, അതുപോലെ അത്യാവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ, പല അഴിമതി കഥകളും പല പല കാര്യങ്ങളിലുമുള്ള മെല്ലപ്പൂക്കും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കേരളത്തെ ഇപ്പൊ ഏറ്റവും പുതിയ ഒരു വിഷയം പോലും വേണ്ടത്ര ചർച്ചയാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതായത് അതായത് LAP പട്ടയത്തിൽ സർക്കാർ ഒരു വലിയ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭേദഗതി ഒരു നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുക്കാൻ തയ്ച്ചത് പാണ്ടാകുന്ന രീതിയിലാണോ എന്ന് സംശയിക്കാനുള്ള എല്ലാ ന്യായങ്ങളും ഉണ്ട്. ഒരിക്കൽ ലൈസൻസ് എടുത്തും പണം അടച്ചും ഫീസ് അടച്ചും ഒക്കെ കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുള്ളവർക്ക് ഇനി ന്യായവിലയുടെ ഇത്തിരി വലിയ കെട്ടിടമാണെങ്കിൽ 10%, 15%, 25%, 50% ഇങ്ങനെ വലിയ തോതിൽ ഫീസ് അടച്ച് ക്രമീകരിക്കേണ്ട അവസ്ഥ വരുന്നു. ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയമില്ല, അല്ലെങ്കിൽ ചാനലുകളിൽ അത്തരം കാര്യങ്ങളല്ല ചർച്ചയാവുന്നത് മുഴുവൻ ഏതെങ്കിലുമൊക്കെ നേതാക്കളുടെ ലൈംഗിക ആരോപണങ്ങൾ, അതിന് പ്രത്യാരോപണങ്ങൾ, അത് നടപടിയെടുത്തത് മതിയോ, അല്ലെങ്കിൽ രാജിവെപ്പിക്കണോ, രാജിവെക്കുന്നതിനേക്കാൾ നിങ്ങൾ ആരെങ്കിലും രാജിവെപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾ നടപടി എടുത്തിട്ടുണ്ടോ, ഇത്രയെങ്കിലും മാന്യത നിങ്ങൾ ഏതെങ്കിലും നടപടി എടുത്ത് ആരെങ്കിലും നേരെ കാണിച്ചിട്ടുണ്ടോ തുടങ്ങി ഇങ്ങനെ ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും അറ്റാക്സും കൗണ്ടർ അറ്റാക്സുമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ രംഗം നിറയുകയാണ്. ആ നിറയുമ്പോൾ ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ രാഷ്ട്രീയത്തിലെ ധാർമ്മികതയും നൈതികതയും സദാചാരവും മൂല്യബോധവും ഒക്കെ എവിടെയോ പോയി മറയുകയാണ്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ദീർഘകാലം മാധ്യമപ്രവർത്തകൻ, ഒരു 3 പതിറ്റാണ്ടിലധികം മാധ്യമപ്രവർത്തന രംഗത്ത് നിന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത് ഒരു മാധ്യമത്തിന് അവഗണിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആളുവിലയാണ് കല്ലുവില.
അതുകൊണ്ട് തന്നെ ആ വലിയ ഒരു 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 വലിയ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു വലിയ നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പോലുള്ള ഒരാളൊക്കെ അപവാദത്തിൽ കുരുങ്ങുക, പ്രത്യേകിച്ചും അദ്ദേഹം വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ നേതാക്കൾക്കെതിരെ പോലും മുഖ്യമന്ത്രിക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം നേരെ വലിയ ധാർമ്മികത ഉന്നയിച്ചുകൊണ്ട് വലിയ ആരോപണ ശരങ്ങൾ ഉതിർക്കുന്ന ഒരാൾ കൂടിയാകുമ്പോൾ അദ്ദേഹത്തിനെ പിടിക്കാൻ കിട്ടുന്ന ഒരു അവസരം, അദ്ദേഹം കെണിയിലാകുന്ന ഒരു അവസരത്തിൽ ആ കെണി മുറുക്കാൻ അല്ലെങ്കിൽ ആ കുരുക്ക് മുറുക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. അത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, കേരളത്തിൽ മാത്രമുള്ളതല്ല, ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, ലോകത്തെവിടെയും. അമേരിക്കൻ പ്രസിഡന്റ് പോലും കുറെ കൂടി അയഞ്ഞ ലൈംഗികതയൊക്കെ ഉള്ള അല്ലെങ്കിൽ കുറെ കൂടി അയഞ്ഞ സമൂഹം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഫ്രാൻസിലും അമേരിക്കയിലും ബ്രിട്ടനിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം നേതാക്കൾക്കെതിരെ, വലിയ നേതാക്കൾക്കെതിരെ ഉയരുന്ന ലൈംഗിക ആരോപണങ്ങൾ പലപ്പോഴും വലിയ വാർത്തയും വിവാദവും ആകാറുണ്ട്. അവരുടെ കസേരകൾ പോലും തെറിക്കാറുമുണ്ട്. നമുക്കറിയാം, മോനിക്ക ആയിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അമേരിക്കയിലെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് നേരിടേണ്ടി വന്ന അപവാദ കഥകളും അത് അദ്ദേഹത്തിന്റെ കസേര തെറിപ്പിക്കലോളം എത്തിയതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ എത്ര എന്താ പറയാ ലിബറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലും വലിയ വാർത്തയാകുമ്പോൾ കേരളം പോലെ ഒരു പരിധി വരെ അത്രയൊന്നും തുറസായ ഒരു സമൂഹം അല്ലാത്ത കേരളത്തിൽ തീർച്ചയായിട്ടും അത് വലിയ വാർത്തയാകും. പ്രത്യേകിച്ച് ഒന്നിലേറെ ആളുകളുമായിട്ടാണ് ഈ ബന്ധമെങ്കിൽ ഒരു എന്താ പറയുക ഫ്രീ ബേഡായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈ രീതിയിൽ ഫ്ലപ്പിംഗ് ഒരു സ്വഭാവമാക്കി മാറ്റുന്ന ഒരു നേതാവിനെ കുറിച്ച് കഥകൾ മെനയുക. അതും ചാനലുകൾ മത്സരിക്കും. ഒരു ചാനൽ അത് പുറത്തു കൊണ്ടുവന്നാൽ ഒന്നുകിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തകർക്കാനായിട്ട് ശ്രമിക്കും. തകർക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അവരിറക്കിയതിനേക്കാൾ വലിയ കഥകൾ ഇറക്കി മുന്നിലെത്താനുള്ള ശ്രമവും നടക്കും. മാധ്യമങ്ങൾ ഇതിനു മുമ്പ് നമുക്കറിയാം, ചാരക്കഥയുടെ കാലത്തും അതുപോലെ തന്നെ പിന്നീടുണ്ടായ ഈ സോളാർ ആരോപണത്തിന്റെ കാലത്തും ബാർക്കോഴ ആരോപണത്തിന്റെ കാലത്തും ഒക്കെ എങ്ങനെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചതെന്ന് കേസിന്റെ കാര്യത്തിൽ നമുക്കറിയാം. അവസാനം നമ്പി നാരായണനെ വേട്ടയാടി ആ വലിയൊരു മനുഷ്യന്റെ ജീവിതം തന്നെ കശാപ്പ് ചെയ്ത് തകർത്ത് തരിപ്പണാക്കി പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം കോഞ്ഞാട്ടിയാക്കി എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ കോഞ്ഞാട്ടിയാക്കി കളഞ്ഞ മാധ്യമങ്ങൾ അവസാനം എന്ത് സംഭവിച്ചു നമുക്കറിയാം. ആ മനുഷ്യന് വലിയ കോമ്പൻസേഷൻ കൊടുത്ത് അത് ഒതുക്കി തീർക്കേണ്ടി വന്നു. അപ്പോൾ ഈ ചാനലുകളുടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ക്രോസ് ചെക്കിംഗ് ഒന്നുമില്ല. കിട്ടുന്നത് എന്തോ, ഏതെങ്കിലും ഒരു ലേഖകന് കിട്ടുന്നത് എന്തോ അത് അതേപടി അപ്പൊ തന്നെ ഒരു എന്താ പറയുക വിശദ പരിശോധനയൊന്നും ഇല്ലാതെ മോൾത്തട്ടിൽ പോലും ഒരു പരിശോധന ഇല്ലാതെ ആഞ്ഞടിക്കുകയാണ്. അത് മാക്സിമം പവർ ഉപയോഗിച്ച്. നേരെ മറിച്ച് പ്രിന്റ് മീഡിയയിലാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് 24 മണിക്കൂർ സമയമുണ്ട്. ഒരു പത്രം ഇറങ്ങി അടുത്ത പത്രം ഇറങ്ങുന്ന സമയം വരെ 24 മണിക്കൂർ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ഹൈറാർക്കി ഉണ്ട് അവർക്ക്. ഏതെങ്കിലും ലേഖകൻ അയച്ചാൽ അത് ബ്യൂറോയിൽ ചീഫ് റിപ്പോർട്ടറോ അല്ലെങ്കിൽ സീനിയർ റിപ്പോർട്ടേഴ്സോ പരിശോധിക്കുന്നു. ഡെസ്കിലേക്ക് അയച്ചാൽ അവിടെ ചീഫ് സബ് എഡിറ്റർ പരിശോധിക്കുന്നു, ന്യൂസ് എഡിറ്റർ പരിശോധിക്കുന്നു. അതും കഴിഞ്ഞ് ഡെപ്യൂട്ടി എഡിറ്ററും, അതും കഴിഞ്ഞ് അതിലും വലിയ വിവാദ വാർത്തയാണെങ്കിൽ എഡിറ്ററും മാനേജിംഗ് എഡിറ്ററും ഒക്കെ പരിശോധിച്ച് ചീഫ് എഡിറ്ററും ഒക്കെ പരിശോധിച്ച ശേഷമാണ് ആ വാർത്തകൾ അച്ചടി മഷി വരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ക്രോസ് ചെക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ബാലൻസിങ്ങോ വിശദ പരിശോധനയൊന്നും ചാനലുകളിൽ നടക്കുന്നില്ല. ആരാദ്യം ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തീർച്ചയായിട്ടും ബ്രേക്കിങ്ങിന് പിന്നാലെ പോകുമ്പോഴാണ് നമ്മുടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നത്. എന്തായാലും അങ്ങയിലേക്ക് ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ കണ്ടിരുന്നു. അതിനു മുമ്പത്തെ ഏതാനും നാളുകൾക്ക് മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നിശിതമായ വിമർശനമാണ് മാധ്യമങ്ങൾക്ക് നേരെ, അതേപോലെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെയെല്ലാം അങ്ങ് നടത്തിയിരിക്കുന്നത്. ഈ വിഴുപ്പലക്കുകൾ എന്ന് പറയുന്നത് പൊതുജനത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? അതുപോലെ രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും നടത്തുന്നവർക്ക് വലിയൊരു ആശങ്കയല്ലേ ഇത് വരുന്നത്? രാഷ്ട്രീയം നാടിനെ എങ്ങനെ ബാധിക്കും എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഈ വിഴുപ്പലക്കലുകൾ കൊണ്ട് പൊതുജനത്തിന് എന്ത് കാര്യമുള്ളത്? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സാക്ഷര കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണോ എന്നത് ഞെട്ടിക്കുന്ന, അല്ലെ അതിശയിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതറ്റം വരെയും പോവാനായിട്ട് തയ്യാറാവുന്ന, എന്തും എതിരാളിയെ തോൽപ്പിക്കാൻ ഏതറ്റം വരെയും എങ്ങനെയും പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. നമ്മള് ഉമ്മൻചാണ്ടിയുടെ കേസ് തുടങ്ങി എടുത്തു കഴിഞ്ഞാല് അപ്പനെ പോലെ കാണുന്നു എന്ന് പറയുന്നു. അതിനുശേഷം നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് കൊട്ടിഘോഷിച്ചത്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നില്ല ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയോടായിരുന്നില്ല, ഉമ്മൻചാണ്ടി നയിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. മാധ്യമങ്ങൾക്ക് ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പൊ നമ്പി നാരായണന്റെ കാര്യം പറഞ്ഞു.
മാധ്യമങ്ങൾ ഒരു സോറി പറഞ്ഞൊഴിയും. പക്ഷെ ഈ വ്യക്തികൾക്ക് സംഭവിക്കുന്ന മാനഭംഗം അതിനെ എങ്ങനെയാണ് സമൂഹവും രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മാധ്യമങ്ങളും അതിനെ എങ്ങനെ നേരിടുന്നുണ്ട് നേരിട്ടിട്ടുണ്ട് എന്നറിയാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊച്ചുകുട്ടികൾ പോലും അടങ്ങുന്ന ഒരു കുടുംബ സാഹചര്യത്തിലിരുന്ന് TV കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചാനൽ ചർച്ചകളാണ് അല്ലെങ്കിൽ ന്യൂസുകളാണ് സാധാരണഗതിയിൽ നിന്ന് കേരളം പായസം പോലെ വിളമ്പുന്നത്. ഇതിനകത്ത് വല്ല കഴമ്പും ഉണ്ടോ എന്ന് ഇതുവരെ ഒരു പോലീസിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ നിയമ സംവിധാനങ്ങൾക്കോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണല്ലോ. രാഹുലിനെ ന്യായീകരിക്കാനും ഞാൻ ആളല്ല, രാഹുൽ തെറ്റുകാരനാണെന്ന് പറയാനും ഞാൻ ആളല്ല. കാരണം എന്റെ കയ്യിൽ തെളിവുകളില്ല. ഊഹാപോഹങ്ങൾ വെച്ച് നമുക്ക് സംസാരിക്കാനാണെങ്കിൽ ആരെപ്പറ്റി വേണേലും പറയാം, എന്ത് വേണേലും പറയാം. പക്ഷെ സാഹചര്യം അങ്ങനെയല്ല. നമ്മളായിട്ട് ഇങ്ങനെ ആളുകൾക്ക് അവരുടെ പേരിന് കളങ്കം വരുത്തുമ്പോൾ ഈ വിഴുപ്പലക്കി, നിങ്ങൾ ഉദ്ദേശിച്ച വേർഡാണ് ശരിക്കും വിഴുപ്പലക്കി ഒരു ജയിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം കേരള രാഷ്ട്രീയത്തിന് സ്പെഷ്യലി കേരള രാഷ്ട്രീയത്തിന് ഉതകുന്നതാണോ ചേരുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ പൊതുജനത്തിന് ഈ വിഴപ്പലക്കലുകൾ കൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത്? ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ എന്റെ നേരെ ഒരു ആരോപണം ഉണ്ടാകുന്നു എന്ന് കരുതി അതേ നാണയത്തിൽ അടുത്ത് നിൽക്കുന്നവനെ അങ്ങോട്ട് ആരോപണങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചേക്കാം, അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചേക്കാം എന്ന് കരുതുമ്പോൾ ഈ പൊതുജനത്തിന് എന്ത് കാര്യമാണുള്ളത്? പൊതുജനത്തിന് എന്താണ് ചിന്തിക്കുന്നത്? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? വളരെ മോശമായിട്ടാണ് നമുക്കിപ്പോ ഞാനൊരു പൊതുജനമാണ്, എനിക്കിതിലൊന്നും ഒരു റോളും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എത്ര മോശമായിട്ടാണ് ഈ രണ്ടുപേരെയും ആരോപണവും പ്രത്യാരോപണവും ഉന്നയിക്കുന്നവരെ കുറിച്ച് നമ്മൾ പൊതുജനം ഒരു വിലയിടും. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറഞ്ഞ ഉടനെ ഈ പാർട്ടിക്കാർ അപ്പുറത്തെ ആളുകളുടെ മുഖത്തേക്ക് ചെളി വാരി എറിയുന്നു. അവിടുന്ന് അവര് തിരിച്ച് വളരെ മനോഹരമായ രീതിയിൽ ചെളി ഇങ്ങോട്ട് രാഷ്ട്രീയ പാർട്ടി വരുന്നു. അവര് ഇരകളില്ല, പരാതിക്കാരില്ല, അവരെയൊക്കെ പരാതിക്കാരാക്കുന്നു. ജനത്തിലൂടെ ഒരു പരാതിക്കാരെ കിട്ടാൻ വേണ്ടി മീഡിയ ഓടി നടക്കുന്നു. എത്ര മ്ലേച്ഛകരമായ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. ശ്രീ തോമസ് കുട്ടി ചാലിയാർ, അങ്ങയിലേക്ക് വരികയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ജനക്ഷേമം മറന്നുള്ള രാഷ്ട്രീയ കളികളാണോ ഇപ്പോൾ നടക്കുന്നത്? ജനങ്ങളുടെ കാര്യങ്ങൾ നിരവധിയുണ്ട്. നേരത്തെ ജോർജ് സാർ പറഞ്ഞതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ജനങ്ങളുടേത് നോക്കി കാണേണ്ടതുണ്ട്. പക്ഷെ ഇതെല്ലാം മാറിയിട്ട് രാഷ്ട്രീയ കളികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ശ്രീ തോമസ് കുട്ടി ചാലിയാർ? സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പഴയ മുഖവും ഒപ്പം മാറി വരുന്ന ഒരു പുതുമുഖവും. നമുക്കറിയാം നമ്മുടെ ജീവിത രീതികൾ മാറുന്നു, നമ്മുടെ സംസ്കാരം മാറുന്നു, നമ്മുടെ ഭക്ഷണ രീതികൾ മാറുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കേരള രാഷ്ട്രീയവും വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു സത്യം. ജോർജ് പടിപ്പാർ സാറൊക്കെ പഴയകാല രാഷ്ട്രീയത്തെയും അതേപോലെ തന്നെ പുതിയ രാഷ്ട്രീയത്തെയും ഒക്കെ കൃത്യമായി കണ്ടെത്തി അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കഴിഞ്ഞ കാലത്തു നിന്നും ഈ കാലത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ വ്യതിയാനം അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് പറ്റിയ ഒരു മൂല്യച്യുതിയാണ് കൃത്യമായും എടുത്തു കാണിക്കുന്നത്. അതേപോലെ തന്നെ ദീപ മാഡം, അഡ്വക്കേറ്റ് ദീപ സൂചിപ്പിക്കുന്നത് ഒരു പൊതുസമൂഹത്തിന്റെ ശബ്ദമാണ്. ഇപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികളും ഈ ചാനലുകളും ഒക്കെ ഈ കോലാഹലങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അത് പൊതുജന മധ്യത്തിലേക്ക്, പൊതുജനങ്ങളുടെ വീക്ഷണത്തിലേക്ക് ഏതു രീതിയിലാണ് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിന്റെ ഒരു ശബ്ദമാണ് നമുക്ക് ഈ രണ്ടുപേരിൽ നിന്നും ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം പണ്ടൊക്കെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വളരെ മാന്യതയോടെ കൈകാര്യം ചെയ്തിരുന്ന ഒന്നാണ്. ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായതും ആ പ്രക്രിയയിൽ രാഷ്ട്രീയക്കാർക്കുള്ള പങ്കും നമുക്ക് നിർവചിക്കാനാവാത്ത വിധം വളരെ ഉയർന്ന സ്ഥാനമാണ്. അതായത് കൃത്യമായ നല്ല രാഷ്ട്രീയക്കാര്, പൊതുസമൂഹത്തിന്റെ ശബ്ദമറിയുന്നവര്, പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കേണ്ടവരൊക്കെ ശക്തിപ്പെടുമ്പോഴേ നമ്മുടെ ജനാധിപത്യവും ശക്തിപ്പെടുന്നുള്ളൂ എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് കാലങ്ങള് നമുക്ക് ഓർമ്മയുണ്ടാവും, ജോർജ് പടിപ്പാർ സാറിനൊക്കെ കൃത്യമായി ഓർമ്മയുണ്ടാവും. നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു ഉപ്പിനെന്താണ് വില, അരിക്കെന്താണ് വില, അങ്ങനെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില പ്രശ്നങ്ങളായിരുന്നു.
തൊഴിലില്ലായ്മയായിരുന്നു, അതേപോലെ നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായങ്ങളുടെ തകർച്ചകളായിരുന്നു, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന നിരവധി ജനകീയ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അന്ന് രാഷ്ട്രീയത്തിനൊരു മാന്യത ഉണ്ടായിരുന്നു. AK ആന്റണിയും CK ചന്ദ്രനൊക്കെ ചേർത്തലയിലൊക്കെ മത്സരിച്ചപ്പോൾ വളരെ മാന്യതയോട് കൂടിയ ഒരു തെരഞ്ഞെടുപ്പിന് കണ്ടവരാണ് നമ്മൾ. അത് EMSന്റെ കാലം തൊട്ട് നമ്മൾ നോക്കുമ്പോഴും രാഷ്ട്രീയപരമായി വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും വ്യക്തിഹത്യകൾ വളരെ കുറവായിരുന്ന ഒരു നല്ല ഒരു പാരമ്പര്യമുള്ള സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷെ ഇന്ന് അത് വലിയ തോതിലേക്ക് മാറിയിരിക്കുന്നു. ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് ജനകീയ വിഷയങ്ങളെ മൂടിവെച്ചുകൊണ്ട് വിവാദങ്ങളും വിഴുപ്പലക്കളും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ മതങ്ങളെ കൂടി ചേർത്ത് വർഗീയതയും കൂട്ടിക്കലർത്തി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധമുള്ളൊരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നത്. നമുക്കറിയാം, നമ്മളെ പ്രധാന ചാനലുകളിലൊക്കെ ചർച്ച കാണുമ്പോൾ പരസ്പരം മത്സരിക്കുന്ന, തങ്ങളാണ് ശരിയെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മത്സരമല്ലാതെ ജനകീയ വിഷയങ്ങൾക്ക് കൃത്യമായ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അത് ഒന്ന് പറയട്ടെ, ഞാൻ മുൻപ് പറയട്ടെ എന്ന് പറഞ്ഞ് കൃത്യമായ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന മന്ത്രിമാരടക്കമുള്ള പ്രതിപക്ഷത്തെ പ്രഗത്ഭരടക്കമുള്ള നേതാക്കളെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനിവാര്യമായിരിക്കുന്നു. ജനകീയ വിഷയങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ വലിയൊരു പുറപ്പാടുണ്ടായി, രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു. അത് ആ സമയത്ത് മുകേഷിനെയും മന്ത്രി ഗണേഷ് കുമാറിനെയൊക്കെ മുന്നിൽ നിർത്തി ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തെ തണുപ്പിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കണ്ടു. ശക്തമായ ആരോപണങ്ങളുമായി BJP വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിലെ BJP നേതാക്കൾക്കെതിരെയും ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾക്കുമെതിരെയും പ്രതിരോധം തീർക്കുന്ന കോൺഗ്രസിനെ കണ്ടു. നമുക്കൊക്കെ കൗതുകമുണ്ടായ ഒരു വാർത്ത, ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുന്നു, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷത പദവിയിൽ നിന്ന് പുറത്താക്കുന്നു. അതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് നിയമസഭയിൽ രാഹുലിന് ഞങ്ങൾ സംരക്ഷണം ഒരുക്കും, രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കും എന്ന് പറയുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിയ ഒരാൾക്ക് വേണ്ടി KPCC പ്രസിഡന്റും അതേപോലെ തന്നെ UDF കൺവീനറും ഒക്കെ രംഗത്ത് വരുന്നതാണ്. അപ്പൊ രാഷ്ട്രീയത്തെ ഇവര് വ്യക്തമായും മറ്റൊരു രാഷ്ട്രീയത്തെയും അല്ലെ മറ്റുള്ള ആളുകളുടെ പഴിയും വെച്ചിട്ട് പരസ്പരം വിഴുപ്പലക്കി ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരാകുന്ന ഒരു നിലയിലേക്ക് പുതിയ ജനങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാർ അപഹാസ്യരാകുന്നുണ്ട് എന്നുള്ളതാണ് ശ്രീ തോമസ് കുട്ടി ചാലിയാർ പറഞ്ഞ ആ പോയിന്റ് എന്ന് പറഞ്ഞത്. ശ്രീ ജോർജ് പടിപ്പാറ, വരാൻ പോകുന്ന തലമുറ എന്ന് പറയുന്നത് അവർക്ക് ഈ രാഷ്ട്രീയത്തിലേക്കും പൊതുപ്രവർത്തനത്തിലേക്കും ഒക്കെ ഇറങ്ങണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തലമുറയും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യുവജനങ്ങളായ ഒരു തലമുറ. പക്ഷെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ പലപ്പോഴും ഈ വരാൻ പോകുന്ന തലമുറ പേടിച്ച് ഒന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ലേ? ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഇതിനെ തുറന്ന മനസ്സോടെ കാണണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം വാർത്ത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമല്ല വാർത്തകൾ ഉണ്ടാവുക. അതായത് ലൈംഗിക കഥകൾ, പ്രമുഖരുടെ പൊതുവെ നമ്മൾ രാഷ്ട്രീയക്കാരിൽ നിന്നും അതുപോലെ തന്നെ ഉയർന്ന തലത്തിൽ വിഹരിക്കുന്നവരിൽ നിന്നും പുരോഹിത ശ്രേഷ്ഠരിൽ നിന്നും ഒക്കെ നമ്മളെ നയിക്കുന്ന ആളുകളാണല്ലോ. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മാന്യതയുണ്ട്, ഒരു അന്തസ്സുണ്ട്. അവരുടെ ജീവിത ശൈലിയിലെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാതൃകാപരമായ ഒരു ജീവിതം, അല്ലെങ്കിൽ കുറച്ചുകൂടി അനുകരണീയമായ രീതിയിലായിരിക്കണം അവർ ജീവിക്കേണ്ടത് എന്നൊരു സങ്കല്പം നമുക്കുണ്ട്. ആ സങ്കല്പം തകർക്കപ്പെടുമ്പോൾ അവർക്കെതിരെ മറ്റുള്ളവരെക്കാൾ അവരെക്കാൾ മോശമാണ് ഈ പറയുന്ന നേതാക്കളും ഞാൻ പറഞ്ഞ മറ്റു വിഭാഗക്കാരൊന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ എക്സ്പോസ്ഡ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വാർത്താ പ്രാധാന്യം വരുന്നതിനെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. അത് എത്ര കണ്ട് സമൂഹത്തിന് നല്ലതാണ്, അത് എത്ര കണ്ട് ധാർമ്മികതയുണ്ട്, എത്ര കണ്ട് രാഷ്ട്രീയമായി ശരിയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ മറുവശത്ത് നിൽക്കുമ്പോഴും എന്തുകൊണ്ട് അതൊരു വാർത്തയാകുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു വാർത്താ അവതാരകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ കൂടി ഉൾക്കൊള്ളേണ്ട ഒരു സത്യമുണ്ട്. അതായത് അവിടെ അത് വാർത്തയാകുന്നത് എന്തുകൊണ്ടാണ്? അത് കാണാൻ, അത് കേൾക്കാൻ, അതിനുവേണ്ടി കാത്തിരിക്കാൻ ധാരാളം പേരുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു സാധാരണ വാർത്താ ദിനത്തിൽ സാധാരണ പതിവ് വാർത്തകളായിട്ട് ഇറങ്ങുന്ന ദിവസം ന്യൂസ് ചാനൽ എത്ര പേര് കാണുന്നുണ്ട്? നമ്മൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ വസ്തുതാപരമായിട്ടുള്ള ഒരു അന്വേഷണം കൂടി നമ്മൾ നടത്തേണ്ട ആവശ്യമുണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടുകൂടി ഒരു സാധാരണ ദിവസത്തിൽ വലിയ ചൂടുള്ള വാർത്തകളൊന്നുമില്ല, ഇത്തരം പൊട്ടിത്തെറിക്കുന്ന ഒന്നുമില്ലാത്ത ഒരു ദിവസം ഒരു വാർത്താ ചാനലിന്റെ വൈകുന്നേരത്തെ ന്യൂസ് അവർ ആവട്ടെ, അല്ലെങ്കിൽ കൗണ്ടർ പോയിന്റ് ആവട്ടെ, എൻകൗണ്ടർ ആവട്ടെ, ഇത് കാണാൻ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ആ സമയത്തെല്ലാം നല്ലൊരു പങ്ക് ആളുകളും സ്ത്രീകളൊക്കെ മഹാഭൂരിപക്ഷവും ഏതെങ്കിലും സീരിയൽ കണ്ട് അവരവരുടെ എന്താ പറയാ പതിവ് വ്യാപാരങ്ങളിൽ നിൽക്കുകയുള്ളൂ. നേരെ മറിച്ച് ഇത്തരം വാർത്തകൾ വരുന്ന ദിവസം ആ സീരിയൽ കാണാൻ ആളുകൾ കുറയും. വാർത്താ ചാനലിന് മുമ്പിൽ അല്ലെങ്കിൽ വാർത്ത കാണാൻ സാധാരണ ഉള്ളതിന്റെ 10 മടങ്ങ് ആളുകൾ വാർത്താ ചാനലുകളിലേക്ക് കണ്ണു നട്ട്
എന്നൊരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അത് അംഗീകരിച്ചേ മതിയാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ആരാണ് ഇത്തരം വാർത്തകൾ അമിതമായ ഫ്ലയറപ്പ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ വ്യൂവേഴ്സിനും അതിലൊരു പങ്കുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിനും അതിലൊരു വലിയ പങ്കുണ്ട്. ഇക്കിളിയുള്ള വാർത്തകൾ, അതുപോലെ തന്നെ ഇത്തരം ഉദ്വേഗജനകമായ വാർത്തകൾ, അത്തരം വാർത്തകൾ അല്ലാതെ വികസനോന്മുഖ രാഷ്ട്രീയത്തെക്കുറിച്ചോ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തിലെ അപജയങ്ങളെക്കുറിച്ചോ ഒക്കെ ചർച്ച ചെയ്താൽ അതിനെയെല്ലാം നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കാണുക എന്നുള്ള രീതിയാണ്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ഏതെങ്കിലും പൊട്ടിത്തെറിക്കുന്ന ഇത്തരത്തിൽ നമ്മുടെ തൃഷ്ണകളെയൊക്കെ കുറച്ചുകൂടി ഉദ്ദീപിപ്പിക്കുന്ന വാർത്തകൾ വരുമ്പോൾ അതിന് ഭയങ്കരമായ വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നതും നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു മുതലാളിത്ത സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ കൺസ്യൂമർ ഇസ് ദ കിങ് ആണ്. നിങ്ങൾ എന്താണോ, ഒരു സമൂഹം എന്താണോ, ആ സമൂഹത്തിന്റെ താല്പര്യം എന്താണോ, ഇഷ്ടങ്ങൾ എന്താണോ, പ്രയോറിറ്റീസ് എന്താണോ, അതിനാനുപാതികമായിട്ട് വാർത്തകൾ സൃഷ്ടിക്കാൻ ഈ മത്സരാധിഷ്ഠിത കമ്പോളത്തിൽ, അത് ചാനലുകളാവട്ടെ പത്രങ്ങളാവട്ടെ, അത്തരം ഒരു മത്സരാധിഷ്ഠിത കമ്പോളത്തിൽ അത് വിളമ്പിക്കൊടുക്കാൻ, രുചിയുള്ള വിഭവങ്ങൾ, ആസ്വദിച്ച് കഴിക്കുന്ന വിഭവങ്ങൾ വിളമ്പിക്കൊടുക്കാൻ മത്സരിക്കുന്ന ചാനലുകൾക്കിടയിൽ, ചാനൽ റിപ്പോർട്ടർമാർക്കിടയിൽ, ചാനൽ മുതലാളിമാർക്കിടയിൽ ഒരു മത്സരം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ വലിയ പുണ്യങ്ങളും അല്ലെങ്കിൽ വലിയ ആർഷഭാരതവും പർണശാലയും ഒക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സുകൂടി ഇതിനകത്ത് മാറേണ്ടതുണ്ട്. ഇത്തരം വാർത്തകൾ വരുമ്പോൾ മാത്രം വാർത്ത കാണുന്ന അല്ലെങ്കിൽ ന്യൂസിൽ കണ്ണു നടുന്ന ആ സ്വഭാവം മാറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടി നിലവാരമുള്ള രാഷ്ട്രീയത്തിൽ, നിലവാരമുള്ള വികസന ചർച്ചകളിൽ, കുറച്ചുകൂടി എന്താ പറയാ ആഴവും പരപ്പുമുള്ള ആ ഒരു തരം എന്താ പറയാ രാഷ്ട്രീയത്തിലേക്കും അതുപോലെ തന്നെ സാമൂഹ്യ ചർച്ചകളിലേക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനസ്സ് നമുക്ക് കൂടി അതായത് വ്യൂവേഴ്സിനും കൂടി വളർന്നു വരേണ്ടതുണ്ട്. അതും ഒരു ഘടകമാണ്. ഇപ്പൊ മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമാണ്. ഇതൊരു അലക്കലല്ലേ? ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇത്രയും വലിയ ജനസമ്പർക്ക പരിപാടി അടക്കം കേരളത്തിന്റെ മനസ്സ് കവർന്ന, കേരളത്തിന്റെ ഹൃദയം കീഴടക്കിയ, സാധാരണക്കാരുടെ ഹൃദയത്തിലേക്ക് ഒരു എന്താ പറയുക ഇതിനേക്കാൾ അപ്പുറം ജനകീയനായി മാറി ഒരു മുഖ്യമന്ത്രി എന്നെങ്കിലും ഇറങ്ങിച്ചെന്ന് കാഴ്ച കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. അത്രയും ഗ്രാഫ് ഉയർന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെതിരെ ഒരു ലൈംഗിക ആരോപണം വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഇമേജ് മുഴുവൻ, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മുഴുവൻ തകരുന്നതും ഉറപ്പായിട്ടും ഒരു രണ്ടാം ടൈം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന UDF ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് 40-44 സീറ്റിലേക്ക് തകർന്നു വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാ? ഈ വാർത്തകൾ സൃഷ്ടിച്ച ഇമ്പാക്ട് തന്നെയാണ്. അത് സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ അവരുടെ മനസ്സിലുണ്ടാക്കിയ ആ ആ മന്ത്രിസഭയെക്കുറിച്ച്, സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പോലും ഉണ്ടാക്കിയ ചില ധാരണകൾ, അവരുടെ മനസ്സിലെ ഒരു ബിംബം തകർന്നുപോയി. തീർച്ചയായും അങ്ങ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ചകളിലും നമ്മളുടെ ചിന്തകൾക്കും എല്ലാം ഉയർന്ന ഒരു തലത്തിലേക്ക് മാറേണ്ടതുണ്ട്. ഒരു ആഴവും പരപ്പും കരുതിയിട്ട് കാര്യമില്ല. അതെ, ഒരു ആഴവും പരപ്പും കൂടേണ്ടതുണ്ട് എന്നാണ്. മാറ്റാൻ പറ്റണം. അതെ, മൊത്തത്തിൽ ഒരാഴവും ഉണ്ടാവണം, പരപ്പും കൂടണം നമ്മളുടെ ചിന്തകൾക്കും അതുപോലെ നമ്മളുടെ ചർച്ചകൾക്കും എല്ലാം എന്ന് പറഞ്ഞ വലിയൊരു പോയിന്റാണ് ശ്രീ അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അതായത് ഇപ്പോൾ വെള്ള വസ്ത്രത്തിനുള്ളിലെ ആ മനസ്സും വെള്ള നിറം തന്നെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നേതാക്കന്മാരെ ഒക്കെ നോക്കുമ്പോൾ മനസ്സിനുള്ളിലെ ആ വെള്ള നിറത്തിനും ഇടിവ് തട്ടിയതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? നമ്മള് ഈ ഒരു കാര്യം പല പ്രാവശ്യം പറയുമ്പോൾ അത് കള്ളം പല പ്രാവശ്യം പറയുമ്പോൾ അത് സത്യമാകുമോ എന്ന് ചോദിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മളും ഈ വാർത്തകൾക്ക് വശംവദരായി പോവാറുണ്ട്. എനിക്ക് പീഡനം നേരിട്ടു എന്ന് സരിത തന്നെയാണ് വന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പീഡനം നേരിട്ടു ഈ സ്ത്രീ പറഞ്ഞു എന്നല്ല, ആ പുരുഷൻ പറഞ്ഞു എന്നല്ല പറയുന്നത് കേരളം മുഴുവൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്നെ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ പീഡിപ്പിച്ചു, ഈ വിധത്തിലൊക്കെ ആയിരുന്നു എന്നെ പീഡിപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ആ വ്യക്തികളോടുള്ള ഒരു സമീപനത്തിൽ പോലും നമുക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. കേരളത്തില് ഇപ്പൊ ഈ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ കേൾക്കുമ്പോൾ, കാരണം കേരളം മദ്യം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ നമ്മുടെ പൊടിപ്പാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുടെ ഒരു വലിയ കൂമ്പാരമാണ് കേരളത്തിലുള്ളത്. വികസനം എവിടുന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ വ്യക്തികളിലേക്ക് ഈ വികസനം എത്തിക്കണം, നമ്മുടെ സംസ്ഥാനത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. കാരണം എന്തിനാ നമ്മൾ രാഷ്ട്രീയക്കാരെ, നേതാക്കന്മാരെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്? എന്തിനാണ്? എനിക്കോ നിങ്ങൾക്കോ പോയി നമുക്ക് വേണ്ടി ഭരിക്കാൻ പറ്റാത്തത് കൊണ്ട്
നമുക്ക് വേണ്ടി, നമ്മെ സേവിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാഷ്ട്രീയ നേതാവിനെ നമ്മൾ തെരഞ്ഞെടുക്കുകയും അവരെ ആ ഒരു പദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഈ പദത്തിൽ എത്തി നിൽക്കുന്ന എല്ലാ നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവര് അവർ തന്നെ ഒരു സ്വയം ചിന്തിക്കണം. ഞാൻ സത്യപ്രതിജ്ഞ എടുത്ത് ഭരണഘടനയെ സാക്ഷി നിർത്തി ഞാൻ സത്യപ്രതിജ്ഞ എടുത്ത രീതിയിൽ തന്നെയാണോ എന്റെ പ്രവർത്തനം, എന്റെ ഭരണം, ഞാൻ അഴിമതി വിമുക്തനാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. അഥവാ അവരത് ചിന്തിക്കുന്നില്ലെങ്കിൽ പൊതുജനം കഴുതയാകാതെ തീർച്ചയായും ആ അധികാര പദവിയിൽ നിന്ന് നമുക്ക് തോന്നുന്നത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ലാതെ നമുക്ക് തന്നെ, കാരണം നമ്മളെ സേവിക്കാൻ നമ്മൾ തെരഞ്ഞെടുത്ത വ്യക്തികളാണ്. അവരെ നമുക്ക് ആ പദത്തിൽ നിന്ന് ഒഴിവാക്കാൻ മറ്റാരേക്കാൾ കൂടുതൽ അധികാരം നമുക്കുണ്ടെന്ന് ഈ പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായും അങ്ങ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ശ്രീ തോമസ് കുട്ടി ചാലിയാർ, അതായത് വിഴുപ്പ് അലക്കലുകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളെ മറക്കുകയാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ? നമുക്കറിയാം, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ കോൺഗ്രസിനും BJPക്കുമൊക്കെ കേരളം അതിനിർണായകമായൊരു സംസ്ഥാനം എന്ന നിലയിലാണ് അവർ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങളും വിഴുപ്പലക്കുകളും സജീവമാക്കി ഈ അടുത്ത നവംബർ മാസം വരെ നിർത്തേണ്ടത് മൂന്ന് മുന്നണികളുടെയും ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോ ദീപാ മാഡം പറഞ്ഞ പോലെ, ജോർജ് പൊടിപ്പാറ സാറ് പറഞ്ഞ പോലെയൊക്കെ തന്നെ നമുക്കറിയാം, ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ഒരു ആരോപണം, അത് അടുത്തു വന്ന തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ. പക്ഷെ അദ്ദേഹം നിരപരാധിയാണെന്ന് പിന്നീട് കേരള സമൂഹം തിരിച്ചറിയുന്നതിന്റെ ഒക്കെ ഒരു ഭാഗമാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു കാര്യത്തിൽ കേരള സമൂഹത്തിനുള്ളിൽ ഒരു വലിയ ചർച്ച നടക്കുന്നു. ഈ സ്ത്രീ സമൂഹത്തിൽ തന്നെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സൈബർ സെല്ലുകൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നിൽ നിന്നുകൊണ്ട്, നേതാക്കളുടെ പിന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന, അല്ലെങ്കിൽ ഈ വെളുപ്പലക്കുകൾക്ക് എരിവും പുളിയും ഒക്കെ പകരുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കൃത്യമായും CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയാൽ മൂന്നാം പിണറായി സർക്കാർ എന്നവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വന്നാൽ ഇന്ത്യ രാജ്യത്തു നിന്നും CPM-ന് ഭരണമില്ലാത്ത, ഒരു മുഖ്യമന്ത്രി പോലും ഇല്ലാത്ത അവസ്ഥ വരും. ഇപ്പോൾ തന്നെ വളരെ ദേശീയ പാർട്ടി സ്ഥാനമൊക്കെ നിലനിർത്തുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വന്നാൽ പോലും ഒരു തിരിച്ചുവരവ് അവരൊരു സുരക്ഷിതമായി കാണുന്ന, അവർക്ക് സംഘടനാ സംവിധാനമൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിൽ മൂന്നാം വട്ടവും കോൺഗ്രസിന് ഭരണത്തിന് പുറത്തേക്കേണ്ടി വന്നാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. അവരുടെ ഘടകകക്ഷിയായ ലീഗ് വരെ പിന്നീട് എന്ത് ചെയ്യുമെന്നുള്ള ഒരാശങ്ക. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ലഭിച്ച ആ ഒരു 19-20% എത്താൻ കഴിഞ്ഞാൽ 5-10 ഇടയിൽ സീറ്റുകൾ നേടാമെന്നുള്ളൊരു അങ്ങനെ ഒരു വലിയ മത്സരം നടക്കണം. അപ്പൊ അവർക്ക് ജനങ്ങളല്ല പ്രശ്നം, അവർക്ക് ഈ അധികാരം, കേരളത്തിന്റെ അധികാരത്തിലേക്കാണ് മൂന്ന് മുന്നണികളുടെയും കണ്ണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകും. അത് ജനങ്ങളുടെ വികസനത്തിന്റെ പ്രശ്നമാവില്ല, തൊഴിലില്ലായ്മയുടെ പ്രശ്നമാവില്ല, ദാരിദ്ര്യത്തിന്റെ പ്രശ്നമാവില്ല, വിലക്കയറ്റത്തിന്റെ പ്രശ്നമാവില്ല. അതെ, ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ നേതാക്കന്മാരുടെ പ്രശ്നങ്ങൾ ആവില്ല എന്നുള്ളതും, അവർക്ക് അധികാരത്തിലേക്ക് മാത്രമാണ് കണ്ണ് പോകുന്നത് എന്നുള്ളത്. ഞാൻ ഇടപെട്ടത് സമയം നമുക്ക് വളരെ കുറവായതുകൊണ്ടാണ്. നാട് മുഴുവൻ പ്രതിസന്ധികളിൽ നിൽക്കുമ്പോഴും ആരോപണങ്ങൾ ഉയർത്തി എതിരാളിയുടെ അല്ലെങ്കിൽ മറുവശത്ത് നിൽക്കുന്നവരെ പ്രതിരോധിക്കുക എന്ന പണ്ടങ്ങ് ഉണ്ടായിരുന്ന ശീലങ്ങൾക്ക് ഇപ്പോഴും മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ജനക്ഷേമ പ്രവർത്തനത്തിനും സാധാരണക്കാരന്റെ പ്രതിസന്ധികളിലും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് വോട്ട് ചെയ്ത് നാം ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികൾ നമ്മെ മറക്കുന്ന കാലമാണോ ഇത്? ധാർമ്മികത പറയുകയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുകയും ചെയ്യുന്നതിനോട് വിയോജിപ്പ്. ഈവനിംഗ് ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പ്രിയ പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും വളരെയേറെ നന്ദി.